കറുമിയായ നിന്നെ കെട്ടാൻ ഷാറുഖ് ഖാൻ വരും, കാത്തിരുന്നോ. സഹോദരി കാവ്യയുടെ പരിഹാസവാക്കുകൾ കേട്ട് മൗനമായി തല കുമ്പിട്ടു നിത്യ. മോളെ നിർത്ത്, ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്ന പോലുള്ള ഇത്തരം വാക്കുകൾ ഒഴിവാക്കണം നീ. നിത്യ നിന്റെ ചേച്ചിയാണ്, അത് മറക്കേണ്ട. അച്ഛൻ മാധവന്റെ ശകാരം കേട്ട് മൗനമായി മുറിയിലേക്ക് പോയി കാവ്യ. അച്ഛാ, ഞാനത് അത്രയ്ക്ക് മോശമാണോ ഇങ്ങനെ കളിയാക്കാനായിട്ട്? അത് ചോദിക്കുമ്പോൾ നിത്യയുടെ മിഴികൾ തുളുമ്പിയത് ശ്രദ്ധിച്ചു മാധവൻ. അയ്യേ, മോൾ ഇത്രയ്ക്ക് പാവമാണോ? അവളെ ചുമ്മാ കളിയാക്കിയതല്ലേ നിന്നെ, ഇതൊന്നും അത്ര കാര്യമാക്കേണ്ടതില്ല. പിന്നെ ഇപ്പൊ വന്ന ആലോചന നിനക്ക് ഇഷ്ടമായില്ലേ, വിട്ടേക്ക്. അച്ഛനും അത് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പിന്നെ അവരിങ്ങോട്ട് വന്ന് ചോദിച്ചതുകൊണ്ട് ചുമ്മാ നിന്നോടൊന്ന് തിരക്കിയെന്ന് മാത്രം. അയാൾക്ക് വയസ്സ് 40 അച്ഛാ, എനിക്കാണെങ്കിൽ 25. ഇത്രയൊക്കെ പ്രായവ്യത്യാസം എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ശരിയാ, ഞാൻ കറുത്തിട്ട. എന്നാലും ഇത് വാക്കുകൾ മുഴുവിക്കാൻ കഴിയാതെ വിതുമ്പി നിത്യ. താൻ ചെയ്ത വലിയൊരു മണ്ടത്തരമായി പോയി എന്നത് അപ്പോഴാണ് മാധവനും ശരിക്കും മനസ്സിലായത്. ഒരിക്കലും ആ ആലോചന കൊണ്ടുവരരുതായിരുന്നു അയാൾ മനസ്സിലോർത്തു. മോളെ വിഷമിക്കില്ലേ, ഇക്കാലത്ത് കാണാൻ ഇച്ചിരി കറുപ്പാണെന്ന് വെച്ചിട്ട് വിവാഹം നടക്കായ്മയൊന്നുമില്ല. നിനക്ക് നല്ല വിദ്യാഭ്യാസമില്ലേ, BEd കഴിഞ്ഞ് നിൽക്കുവാന്ന് വെച്ചാൽ ചില്ലറ കാര്യമാണോ? സൗന്ദര്യം മാത്രം നോക്കാതെ നല്ലൊരു ജീവിതം ആഗ്രഹിച്ചു വരുന്ന ഏതേലും ചെക്കനുണ്ടാകും. അത് സമയമാകുമ്പോൾ നിന്നെ തേടിയെത്തും. അതുവരെ അച്ഛനുണ്ട് മോളുടെ ഒപ്പം. ആശ്വാസവാക്കുകളോടെ നിത്യത്തിന്റെ മാറോട് ചേർത്തു മാധവൻ. ആ സമയം അടുക്കള ഭാഗത്തു നിന്നും നിറകണ്ണുകളോടെ ഒക്കെയും നോക്കി പുഞ്ചിരിച്ചു നിന്നു അമ്മ ശ്രീദേവിയും. ഉള്ളിലെ വിഷമങ്ങൾ അടക്കി ഉച്ചഭക്ഷണം കഴിഞ്ഞ് പതിവ് പോലെ പറമ്പിലേക്കൊന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ് നിത്യ. എടോ, എന്തായി, പുതിയ ആലോചന വന്നത് കേട്ടല്ലോ, വല്ലതും നടക്കുമോ? പിന്നിൽ നിന്നുള്ള ചോദ്യം കേട്ട് തിരിഞ്ഞ് അവൾ കണ്ടത് അയൽവാസി അനീഷിനെയാണ്. ആ, അനീഷേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഇന്ന് പോയില്ലേ ഡ്യൂട്ടിക്ക്? ഇല്ലെന്നേ, അമ്മയെ ബാങ്കിലൊന്ന് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ടിന്ന് ലീവാക്കി. അനീഷ് മറുപടി പറയുമ്പോൾ പതിയെ നടന്ന് അവനരികിലെത്തി നിത്യ. ആ, നിങ്ങൾ പോലീസുകാർക്ക് പിന്നെ എന്തോ ആകാലോ, എവിടെ വേണോ കറങ്ങി നടക്കാം. ചോദിച്ചാൽ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ പോരെ? അവളുടെ ആ കമന്റ് കേട്ട് പൊട്ടിച്ചിരിച്ചു അനീഷ്. ആട്ടെ, എന്തായി പുതിയ ആലോചന, എന്തേലും നടക്കുവോ? നിത്യയുടെ മുഖത്തെ പുഞ്ചിരി മായ്ക്കാൻ ആ ഒരു ചോദ്യം മതിയായിരുന്നു. ഓ, അതൊന്നും നടക്കില്ല. ഞാനെന്താ കെട്ടച്ചെറുക്ക് വല്ലതുമാണോ? അയാൾക്ക് 40 വയസ്സുണ്ട് പ്രായം. ആ മറുപടിയിൽ നിഴലിച്ച നിരാശ വേഗത്തിൽ മനസ്സിലാക്കി അനീഷ്. ഹാ പോട്ടടോ, തനിക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാകും, അതുറപ്പാ. അവൻ്റെ ആശ്വാസവാക്കുകൾ കേട്ട് അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു നിത്യ. അതെ അനീഷേട്ടാ, ഒരു കാര്യം ചോദിക്കട്ടെ, ഞാനെന്താ അത്രയ്ക്ക് ബോറാണോ കാണാൻ? ആ ചോദ്യം കേട്ട് ഒന്ന് പുഞ്ചിരിച്ചു അനീഷ്. അല്ലടോ, താനിച്ചിരി കറുത്തിട്ടാ കാണാൻ, പക്ഷെ നല്ല ഐശ്വര്യം അതിൻ്റെ മുഖത്ത്, ഒപ്പം നല്ല സ്വഭാവവും. നിന്നെ ഭാര്യയായി കിട്ടുന്നവൻ ഭാഗ്യവാനാണ്. ആ മറുപടി നിത്യ ചിരിപ്പിച്ചു. ആഹാ, കൊള്ളാലോ വിവരണം. എന്നാ പിന്നെ ഇയാൾക്ക് തന്നെ എന്നെ കെട്ടിക്കൂടെ? അപ്പോൾ ഈ ഭാഗ്യം അവിടേക്ക് വന്നു ചേരുമല്ലോ. തമാശയായി മറുപടി നൽകി പൊട്ടിച്ചിരിച്ചുകൊണ്ട് നിത്യ തിരികെ വീട്ടിലേക്ക് പോകുമ്പോൾ മൗനമായി നോക്കി നിന്നു അനീഷ്. കാന്താരി അവൻ്റെ ചുണ്ടുകൾ അറിയാതെ മന്ത്രിച്ചു. വൈകുന്നേരം വീടിൻ്റെ മുൻവശത്ത് ഓരോ നാട്ടുവിശേഷങ്ങൾ പറഞ്ഞിരിക്കുകയായിരുന്നു മാധവനും കുടുംബവും. അപ്പോഴാണ് അനീഷ് ഗേറ്റ് കിടന്ന് അവിടേക്ക് വന്നത്. ആ അനീഷേ, എന്താ ഇന്ന് ഡ്യൂട്ടിക്ക് പോയില്ലേ? അവരെ കണ്ടപാടെ മാധവൻ പുഞ്ചിരിയോടെ എഴുന്നേറ്റു. ഏയ് ഇല്ല, ഇന്ന് വേറെ കുറച്ച് അത്യാവശ്യങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ട് ലീവാക്കി. മറുപടി പറഞ്ഞുകൊണ്ട് അനീഷ് അവർക്കരികിലേക്കെത്തി. പോലീസല്ലേ അച്ഛാ, ഇവർക്ക് എവിടെ വേണേലും കറങ്ങി നടക്കാമല്ലോ. ഉച്ചയ്ക്കത്തെ അതേ കമന്റ് തന്നെ തുടർന്നു നിത്യ. അത് കേട്ട് എല്ലാവരും ഒരുപോലെ ചിരിച്ചു. വാ, കയറി വാ മോൻ. ചുമ്മാ ഇറങ്ങിയതാണോ, അതോ എന്തേലും കാര്യമുണ്ടോ? ശ്രീദേവി ചോദിച്ചത് കേട്ട് പുഞ്ചിരിയോടെ തന്നെ ഉമ്മറത്തെ കസേരയിലേക്ക് ഇരുന്നു അനീഷ്. ചുമ്മാതെയല്ല, ഒരു കാര്യവുമായി തന്നെ വന്നതാണ്. ആണോ, എന്താ മോനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മാധവനും അവനരികിലേക്ക് ചെന്നിരുന്നു. അത് മറുപടി പറയാൻ അല്പം ഒന്ന് പരിങ്ങിയ ശേഷം നിത്യ ഒന്ന് നോക്കി അനീഷ്. സംശയത്തോടെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവളും. എന്താ അനീഷ്, എന്താ കാര്യം? ശ്രീദേവിക്കും ആകാംക്ഷയേറി. അത് ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. നിത്യയെ എനിക്ക് വിവാഹം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. കുറേ നാളെ മനസ്സിൽ കയറിക്കൂടിയ ഒരു ഇഷ്ടമാണ്. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ പൊന്നു പോലെ നോക്കിക്കൊള്ളാം ഞാൻ. ആ വാക്കുകൾ കേട്ട് ആകെ നടുങ്ങിപ്പോയി നിത്യ. അവൾ മാത്രമല്ല, മറ്റുള്ളവരും. മോനെ, അത് മാധവന് മറുപടി പറയുവാൻ വാക്കുകളില്ലായിരുന്നു. വെറുതെ പറയുവല്ല, പണ്ട് മുതലുള്ള ഇഷ്ടമാണ്. ഇവിടെ വന്ന് പറയാനുള്ള ധൈര്യമില്ലായിരുന്നു. ഇയാളെ ഭാര്യയായി കിട്ടിയാൽ അതെൻ്റെ ഭാഗ്യമാണ്. അത്രയ്ക്ക് നല്ല കുട്ടിയാണ് നിത്യ. അത് പറയുമ്പോൾ അനീഷ് നോക്കിയത് നിത്യയുടെ മുഖത്തേക്കാണ്. ആകെ നടുങ്ങിത്തിരിച്ച് നിൽക്കുകയാണ് അവൾ. മോൻ ഇത് കാര്യമായി തന്നെ പറയുകയാണോ?
വിശ്വസിക്കാൻ കഴിയാതെ വീണ്ടും തിരക്കി ശ്രീദേവി. അതെ, സത്യമായി നിത്യ എന്നെ അങ്ങനെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കിഷ്ടമാണ്. ദൈവം സഹായിച്ച് നല്ലൊരു ജോലിയുണ്ട് എനിക്കിപ്പോൾ. പിന്നെ ഉറപ്പായും പരിശ്രമിച്ചാൽ നിത്യയ്ക്കും നല്ലൊരു ജോലി കിട്ടും. നിങ്ങൾക്കരികിൽ തന്നെ സുഖമായി സന്തോഷത്തോടെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. പതിയെ പതിയെ അനീഷ് പറയുന്നത് ആത്മാർത്ഥമായിട്ടാണ് എന്ന് മനസ്സിലാക്കി തുടങ്ങി മാധവൻ. അനീഷ് മോനെ, വീട്ടിൽ അമ്മയൊക്കെ ഇതറിഞ്ഞാൽ അവർക്കിഷ്ടമാണോ ഈ ബന്ധം? ഇഷ്ടമാണ്. എൻ്റെ ഇഷ്ടം അമ്മയോട് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ ഏത് ഇഷ്ടത്തിനും അമ്മ എതിര് നിൽക്കില്ല. പിന്നെ നിത്യയെ അമ്മയ്ക്കും വലിയ ഇഷ്ടമാണ്. ഇന്നിപ്പോൾ എനിക്കൊപ്പം ഇറങ്ങാത്തത് ഇത് കേട്ട് നിങ്ങൾ എന്ത് പറയുമെന്ന് ഓർത്തിട്ട് പേടിച്ചിട്ടാണ്. മറുപടി എന്താകുമെന്നറിയാൻ വീടിൻ്റെ മുന്നിൽ തന്നെ കാത്തു നിൽപ്പുണ്ട് ആള്. ആ മറുപടി കൂടി കേൾക്കെ വല്ലാത്ത സന്തോഷത്തോടെ എഴുന്നേറ്റു മാധവൻ. ശേഷം അയാൾ നിത്യയ്ക്ക് മുന്നിലേക്ക് ചെന്നു. ആകെ വിളറി വെളുത്ത് നിൽക്കുന്ന അവളുടെ ചുമലിൽ ഒന്ന് തട്ടി മാധവൻ. മോള് ഈ പറഞ്ഞത് കേട്ടില്ലേ? സമ്മതാണോ നിനക്ക്? മറുപടി പറയുവാൻ കഴിയാതെ അനീഷിന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു അവൾ. അങ്ങനൊരാഗ്രഹം ഇന്നേ വരെ അനീഷിനോട് തോന്നിയിട്ടില്ല. എങ്കിലും പലപ്പോഴും അവൾക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു അവൻ. പെട്ടെന്ന് അവൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരാഗ്രഹം കേട്ടപ്പോൾ എന്താണ് മറുപടി പറയേണ്ടതെന്ന് അറിയാതെ കുഴഞ്ഞു അവൾ. ചേച്ചിക്ക് സമ്മതം തന്നെ. ദേ കണ്ടില്ലേ കിളിപോയി നിൽക്കണത്? കാവ്യയുടെ കമന്റ് കേട്ട് എല്ലാവരും ചിരിച്ചു. അതോടെ പതിയെ എഴുന്നേറ്റു നിത്യയ്ക്ക് മുന്നിലായി ചെന്നു അനീഷ്. എടോ, ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. ത്യാഗമൊന്നുമല്ല, തന്നെ ഇഷ്ടമായിട്ട് തന്നെയാണ് വന്ന് പറഞ്ഞത്. ഇന്നോ ഇന്നലെ തുടങ്ങിയ ഇഷ്ടവുമല്ല. പുറമേ ഉള്ള തൊലിവെളുപ്പിനൊക്കെ അപ്പുറം ഉള്ളറിഞ്ഞുകൊണ്ടുള്ള ഇഷ്ടമാണ് എൻ്റേത്. നോ മാത്രം പറയരുത്. ഞാൻ പറഞ്ഞില്ലേ, തന്നെ കിട്ടുന്നവൻ ഭാഗ്യവാനാണ്. ആ ഭാഗ്യം അതെനിക്ക് വേണം. ആ വാക്കുകൾ നിത്യയുടെ ഉള്ളിലാണ് തറച്ചത്. അറിയാതെ അവളുടെ മിഴികളിൽ നീരുറവുകൾ തെളിഞ്ഞു. അത് കണ്ട് പുഞ്ചിരിയോടെ തന്നെ പുറത്തേക്കിറങ്ങി അനീഷ്. നിത്യയ്ക്ക് സമ്മതമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ. അടുത്ത ഞായറാഴ്ച അമ്മയെ കൂട്ടി വരാം, ഞാനൊരു ഒഫീഷ്യൽ പെണ്ണ് കാണലിന്. ആ വാക്കുകൾ കേട്ട് മാധവനും ശ്രീദേവിയും ഏറെ സംതൃപ്തിയോടെ പുഞ്ചിരിച്ചു. അനീഷ് നടന്നകലുമ്പോഴും നിത്യ അവിശ്വസനീയമായി അവനെ തന്നെ നോക്കി നിന്നു. മോളെ, സമ്മതമല്ലേ നിനക്ക്? അച്ഛനെ തുറപ്പിക്കട്ടെ. നല്ല പയ്യനല്ലേ അനീഷ്, നമുക്ക് അടുത്തറിയാവുന്നവൻ. നിനക്ക് വിധിച്ച ചെക്കൻ അവൻ തന്നെ. മാധവൻ അത് പറയുമ്പോൾ നിറമിഴികളോടെ അയാളുടെ മാറിലേക്ക് ചാഞ്ഞു നിത്യ. അവളുടെ ഉള്ളിലെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധം വലുതായിരുന്നു. ഒരു സുഹൃത്തായ അനീഷ് പലപ്പോഴും അവളെ അത്രമാത്രം കെയർ ചെയ്തിട്ടുണ്ട്. ഒടുവിൽ എല്ലാം ശുഭമായ സന്തോഷത്തിൽ മകളെ പുണർന്നു മാധവൻ. ശ്രീദേവിയും കാവ്യയും അതു കണ്ട് പുഞ്ചിരി തൂക്കി നിന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.